തിരുവനന്തപുരത്താണ്. പട്ടാപ്പകൽ 11-ന് ആതിരയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് മുതൽ തുടങ്ങിയ ദുരൂഹത. ആതിരയുടെ ഇരുചക്രവാഹനവുമായി കടന്ന കൊലയാളിക്ക് പിന്നാലെ തന്നെയുണ്ടായിരുന്നു കേരള പോലീസ്. പക്ഷേ 48 മണിക്കൂറിലധികം വേണ്ടിവന്നു അന്വേഷണം. ഓരോ നിമിഷവും നിർണായക വിവരങ്ങളെത്തി. ഇൻസ്റ്റഗ്രാമിൽ റീൽ ഷെയർ ചെയ്തു തുടങ്ങിയ ബന്ധം പിന്നെ പ്രണയമായി, സാമ്പത്തിക ഇടപാട് വന്നു, ഒടുവിൽ ക്രൂര കൊലപാതകത്തിൽ അവസാനിച്ചു. ഒരു നാടിനെയൊന്നാകെ നടുക്കിയ കൊലപാതകം. ഇൻസ്റ്റാഗ്രാമിലൂടെ വളർന്ന ബന്ധം ആതിരയുടെ ജീവനെടുത്തു. കഠിനംകുളം പാടിക്കവിളാക ദേവീക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയുടെ ജീവനെടുത്തത് പ്രണയപ്പകയാണ്. രണ്ടു ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കഴിഞ്ഞ ദിവസം പ്രതിയെ തിരിച്ചറിഞ്ഞു. കൊല്ലം ദളവാപുരം സ്വദേശിയായ ജോൺസനെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചു. കൊല്ലപ്പെട്ട ആതിരയുടെ സുഹൃത്തു കൂടിയ ജോൺസനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൃത്യം നടത്തിയ ശേഷം ട്രെയിൻ മാർഗം ജോൺസൺ നാടുവിട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. ചിങ്ങവനത്തെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോൺസൺ ജോലി ചെയ്യുന്നു എന്ന വിവരം പോലീസിന് ഇന്നാണ് ലഭിച്ചത്. തുടർന്ന് അവിടെ എത്തിയ പോലീസ് കണ്ടത് വിഷം കഴിച്ച നിലയിലിരിക്കുന്ന ജോൺസനെയാണ്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഉടൻ തന്നെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമാതുറയിൽ ജോൺസൺ വാടകയ്ക്ക് താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് കത്തിയുമായി പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ജോൺസൺ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ക്രൂരമായ കൊലപാതകം. ജനുവരി 21 ചൊവ്വാഴ്ചയാണ് വെങ്ങാറമൂട് സ്വദേശി ആതിരയെ കഠിനംകുളത്തെ വീടിനുള്ളിൽ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ 5:30 അമ്പലത്തിൽ പൂജയ്ക്ക് പോയ ഭർത്താവ് രാജീവ് 11:30 മണിയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് ആതിരയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. രാജീവ് എത്തിയപ്പോൾ ആതിരയുടെ സ്കൂട്ടറും വീട്ടിലുണ്ടായിരുന്നില്ല. കൊലപാതകത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായി പ്രതി രക്ഷപ്പെട്ടതാവാമെന്ന പ്രാഥമിക നിഗമനത്തിൽ പോലീസും എത്തിച്ചേർന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിന് സമീപത്ത് നിന്ന് സ്കൂട്ടർ കണ്ടെത്തുകയും ചെയ്തു. തുടക്കം മുതൽ യുവതിയുടെ സുഹൃത്തായ യുവാവിനെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. സ്കൂട്ടർ കണ്ടെത്തിയതോടെ പ്രതി ട്രെയിനിൽ രക്ഷപ്പെട്ടെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു. തുടർന്ന് പെരുമാതുറയിൽ ജോൺസൺ താമസിച്ചിരുന്ന ലോഡ്ജും പോലീസ് കണ്ടെത്തി. കൃത്യം നടന്ന ദിവസം രാവിലെ പ്രതി പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്ന് കത്തിയുമായി പോകുന്നതിന്റെ നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ ഇവിടെ താമസത്തിനായി എത്തുന്നത്. യുവതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇയാൾ ഇവിടെ താമസം ആരംഭിച്ചതെന്നും പോലീസിന് വ്യക്തമായി. കൊലപാതകം നടന്ന ദിവസം രാവിലെ ജോൺസൺ ആതിരയുടെ വീട്ടിലെത്തി. ആതിര ജോൺസന് ചായ നൽകി. തുടർന്ന് ആതിരയെ മയക്കിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കി. കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നും ഇല്ലായിരുന്നു. പുറത്തുനിന്ന് കൊണ്ടുവന്ന കത്തിയായതിനാൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാകാനാണ് സാധ്യതയെന്നും പോലീസ് പറയുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി മൃതദേഹത്തിന്റെ അരികിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയായ ജോൺസൺ ഇൻസ്റ്റാഗ്രാമിൽ 12,000-ഓളം ഫോളോവേഴ്സുള്ള വ്യക്തി കൂടിയാണ്. ഒരു വർഷക്കാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. 1 ലക്ഷത്തോളം രൂപ യുവതി ജോൺസന് നൽകിയെന്നും കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുൻപ് 2,500 രൂപ ജോൺസൺ യുവതിയുടെ പക്കൽ നിന്ന് വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തി. ഇരുവരും ഒരുമിച്ച് പല സ്ഥലങ്ങളിലും യാത്ര നടത്തിയെന്ന വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആതിരയുടെ ചിത്രങ്ങൾ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത ജോൺസൺ പണം തട്ടുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. മകനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്നുള്ള ജോൺസന്റെ ആവശ്യം ആതിര നിരസിച്ചു. ഇതോടെയാണ് ജോൺസൺ ആസൂത്രണം ചെയ്ത ആതിരയെ വകവരുത്തിയത്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.